ഇറാൻ എന്നുള്ള സ്വതന്ത്ര രാജ്യത്തെ 2 ദിവസം കൊണ്ട് കീഴ്പ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നാക്രമിച്ച ഇസ്രായേലും അമേരിക്കയും ഇന്ന് ഖേദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം അവർക്കുള്ള അത്യാധുനിക സംവിധാനങ്ങളെ ഇറാൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇപ്പോ ചർച്ചക്കുണ്ടോ 5 ദിവസം ഞങ്ങൾ യുദ്ധം നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇങ്ങനെ ഓരോ നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയാണ്. കാരണം അവിടെ കൊണ്ടുവന്ന് വെച്ച ആയുധപ്പുരകൾ തീർന്നിട്ടുണ്ടാവും. ഇനി 5 ദിവസം കൊണ്ട് അതിനെ നിറച്ചിട്ട് വീണ്ടും തുടങ്ങാമെന്നാണ് മൂപ്പന്റെ പ്ലാനിങ്. അപ്പോൾ ഈ ചതി മനസ്സിലാക്കിയ ഇറാൻ എന്ത് പറഞ്ഞു? നിങ്ങളോട് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനില്ല. നിങ്ങൾ തുടങ്ങി, നിങ്ങൾ അവസാനിച്ചു, പക്ഷേ ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല. ഞങ്ങൾക്കുള്ള ലക്ഷ്യം നേടുന്നത് വരെ. കാരണം നിങ്ങളെ കൊണ്ട് ഇനി ഞങ്ങൾക്ക് ശല്യം ഉണ്ടാകരുത് എന്ന ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങളിനി മൗനമാവുകയുള്ളൂ. ഞങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല. അമേരിക്ക ഇസ്രായേൽ വിചാരിച്ചത് ഇറാനിന്റെ നേതാക്കളെ ഓരോന്ന് കൊലപ്പെടുത്തിയാൽ ഇറാൻ പെട്ടെന്നായി കീഴ്പ്പെടുമെന്നാണ്. പക്ഷേ ഓരോ നേതാക്കൾ ഒതുക്കപ്പെടുമ്പോൾ അതിനേക്കാൾ ശക്തരായ ആൾക്കാരാണ് അവിടെ നേതൃത്വത്തിൽ വരികയും ശക്തമായ നിലക്ക് ഇസ്രായേലിനെയും അമേരിക്കനെയും ആക്രമിക്കുന്ന ഒരു രീതിയിലാണ്, വലിയ ഒരു കരുത്തോടെയാണ് ഇറാൻ മുന്നേറുന്നത്. അതുകൊണ്ട് ഇറാനിലെ എല്ലാ ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. അവിടെ എന്ത് തകർന്നതും അവിടെ മരിച്ചതും അവിടെ നേതാക്കൾ കൊല്ലപ്പെട്ടതും പുറത്തു വരുന്നുണ്ട്. കാരണം അവർക്കത് ഒരു അഭിമാനമാണ്. പക്ഷേ ഇസ്രായേലിൽ ഒന്നും പുറത്തു വരുന്നില്ല. കാരണം ഒരാൾ മരിച്ച് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അത് കേട്ട് പേടിച്ച് മരിക്കും എന്ന ഒരു രീതിയിലാണ് ഇസ്രായേലിന്റെ ഒരു അവസ്ഥ. അവിടേക്ക് ന്യൂസുകാരൊന്നും കടത്തിവിടാൻ അനുവദിക്കുന്നില്ല. കാരണം അവിടുത്തെ ആ വീഡിയോസ് ഒന്നും പുറത്തു വന്നാൽ ഇസ്രായേൽ തകർന്നതിനെ ലോകം കണ്ടാൽ പിന്നെ ഇസ്രായേലിന്റെ ആൾക്കാർ നെഞ്ചുപൊട്ടി മരിക്കും. അതാണ് അവർക്കുള്ള പേടി. ഇറാനിൽ അങ്ങനെയില്ല. ഒരു നേതാവ് മരിക്കുമ്പോൾ അയാൾ രക്തസാക്ഷിയായെന്ന് പറഞ്ഞ് അവർ ആഘോഷിക്കുന്നു. അതിനേക്കാൾ ശക്തരായ പിന്നെ ഒരു നേതാവാണ് അതിന്റെ ആ സ്ഥാനത്ത് വരുന്നത് എന്നാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കരുത്ത് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്നവരാണ് അമേരിക്കയും ഇസ്രായേലും. അവർ പറയുന്നത് ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രകോപനപരമായ കാര്യവുമില്ലാതെ വെറുതെ കടന്നാക്രമിച്ച് വഞ്ചനാപരമായി ഇറാനെ ആക്രമിച്ച് അവർ പറയുന്നത് ഞങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ്. 160 പെൺകുഞ്ഞുങ്ങളുള്ള സ്കൂളിൽ ബോംബിട്ടുകൊണ്ട് അവരെ നശിപ്പിച്ച് ഞങ്ങൾക്കൊന്നതല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾ അബദ്ധത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞ് ഇവരാണോ ഈ ലോകത്ത് സമാധാനം? ഇവരെന്ത് സമാധാനമാണ് ഉണ്ടാക്കുന്നത് എന്ന് ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അക്രമികളായ ആളുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയവരല്ല. മുൻകാല ചരിത്രത്തിൽ ഇങ്ങനെയുള്ള കിങ്കരന്മാരും ഇങ്ങനെയുള്ള അക്രമികളും ഉണ്ടായിട്ടുണ്ട്. അവരെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട ഈ ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ എത്ര ഒരാൾ ആക്രമിച്ചാലും എത്ര അനീതി കാണിച്ചാലും ഒരു ദിവസം അവൻ ആയുധം വെച്ച് കീഴടങ്ങുന്ന ലോകമാണ് ഈ ലോകം. അതുകൊണ്ട് ഏതൊരു അക്രമിക്കും ശാശ്വതമായി ഇവിടെ നിലസാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തിട്ടില്ല. എല്ലാവർക്കും മുകളിൽ മാലിക്കുൽ മുലൂക്കായ അള്ളാഹു ഉണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ഇവിടെ ആര് എന്ത് അധികാരത്തിൽ വന്ന് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പ്ലാനിങ് ചെയ്താലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ചതല്ലാതെ ഈ ലോകത്ത് ഒരു രാജാവിനും ഒരു ഭരണാധികാരിക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് മോമിനികളായ നമുക്കുള്ളത്. അതുകൊണ്ട് ഇവിടെ ലോകത്ത് എന്തു സംഭവിച്ചാലും മോമിനിങ്ങൾക്ക് അതിൽ ഈമാൻ വർദ്ധിക്കുക മാത്രമാണ് ഉണ്ടാകുന്നത്. ഉദാദത്തുഹും ഈമാന കാല അറബിഹിം യതവക്കലൂൻ. അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് അവർക്കുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെയുള്ള യഥാർത്ഥ മോമിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.